കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ ഇവിടെ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശബ്ദം ക്ലിയർ ആണല്ലോ സുനിൽ പാസ്റ്ററെ? കേൾക്കാമല്ലോ അല്ലെ? അതെ അതെ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ സുനിൽ കുമാർ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അദ്ദേഹം പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിൽ ചില നാളുകൾ ഒന്നിച്ചായിരിക്കുവാൻ ദൈവം 6 മാസത്തോളം. അദ്ദേഹം അവിടുന്ന് മധ്യപ്രദേശിലേക്ക് പോയി, ഞാൻ അവിടുന്ന് UP-യിലേക്ക് പോയി. അതിനുശേഷം കുറെ കാലങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്പർ ലഭിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഈ പ്രെയർ ലൈനിൽ എന്നെ പലവട്ടം ക്ഷണിച്ചിട്ടുണ്ട്. വിശേഷാൽ നന്ദി അർപ്പിക്കുന്നു. സ്തോത്രം. ദൈവദാസന്മാർ ധാരാളം ഇതിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാസ്റ്റർ അനീഷ് ജെ കരിങ്കാട്ടിൽ എന്ന അദ്ദേഹത്തുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിക്കുവാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ദൈവദാസനെ നന്ദിയോടെ ഓർക്കുന്നു. ഇതിനകത്തുള്ള എല്ലാ ദൈവജനത്തിനായി സ്തോത്രം ചെയ്തു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒട്ടും സമയം കളയാതെ ദൈവത്തിന്റെ വചന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. അത് ദൂതന്മാർക്ക് ദൈവം വിട്ടുകൊടുത്തില്ല, നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അറിയിക്കേണ്ടതാണ്, മറച്ചു വെക്കേണ്ടതല്ല എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഒരവസരം കിട്ടിയാൽ, നമ്മുടെ മുമ്പിൽ സുവിശേഷം പറയാൻ ഒരു അവസരം കിട്ടിയാൽ നിശ്ചയമായിട്ടും പറയണം. ഞാൻ ഇങ്ങനെ ഒരു സൂമിൽ ചില നാളുകൾക്ക് മുമ്പ്, ഒരാഴ്ചക്ക് 1-2 ആഴ്ചക്ക് മുമ്പ് പ്രസംഗിച്ചപ്പോ അന്ന് ഞാൻ മെസ്സേജ് കൊടുത്തത് സുവിശേഷീകരണത്തെ കുറിച്ചായിരുന്നു. 10-80 ഡിവൈസസുകൾ ഉണ്ടായിരുന്നു. ഒരിക്കലും ചിന്തിച്ചില്ല അങ്ങനെ ഒരാൾ തീരുമാനത്തിലേക്ക് വരുമെന്നൊന്നും പ്രതീക്ഷയല്ലല്ലോ പ്രസംഗിക്കും. ദൈവത്തിന്റെ ആത്മാവ് ആ മനുഷ്യനോട് വളരെ ശക്തിയോട് ഇടപെട്ടു. അദ്ദേഹം അതിനുശേഷം ആ മീറ്റിംഗ് നടത്തിയ ആളെ എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിളിക്കുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ, അന്നത്തെ ആ പ്രസംഗത്തിൽ ഒരാൾ സുവിശേഷ പ്രവർത്തനത്തിനായി സമർപ്പിക്കുവാനിടയായി. മതിയല്ലോ, അതാണ് നമ്മുടെയൊക്കെ സന്തോഷം. നമ്മുടെ ശുശ്രൂഷയിൽ ഒരാൾ രക്ഷിക്കപ്പെടുക, ഒരാൾ കർത്താവിനെ അറിയുക, സുവിശേഷീകരണത്തിനായി സമർപ്പിക്കുക, ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കർത്താവ് വരും ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടാൻ കർത്താവ് നമ്മളെ എല്ലാവരും ഉപയോഗിക്കട്ടെ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമുക്ക് എല്ലാവർക്കും ഓരോ ശുശ്രൂഷ ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരെ ദൈവം അതിനായിട്ട് എല്ലാവരെയും കണ്ടിരിക്കുന്നു. ആരും വെറുതെ നമ്മെ വിളിച്ചിട്ടില്ല. നമ്മെ ഒരു ശുശ്രൂഷ ദൈവം പരമേൽപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നവംബറിൽ ഒന്നുകൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിളിൽ സുവിശേഷമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യമാണ് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. വേദഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ചെറിയ ഏറിയായിരുന്നു. വലിയ ഇന്ത്യ പോലെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല, കൊച്ചു ഏറിയ. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങളിൽ ധാരാളം തവണ ഒരു സ്ഥലത്തിന്റെ പേരുകൾ വന്നിട്ടുണ്ട്. കബർന്നഹൂമൻ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് കേൾക്കുന്നുണ്ട്. ഗന്നസരേത്ത് തടാകം, അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം ബത്സയിദ തുടങ്ങി ധാരാളം പേരുകൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ കഴിയും. അതിന്റെ ഒരു കൊച്ചു സ്ഥലത്തിന്റെ ചുറ്റളവിലായിരുന്നല്ലോ തന്റെ 3.5 വർഷത്തെ പ്രവർത്തനങ്ങൾ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തു പ്രവർത്തന നിരതനായിരുന്നു. എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കാനുള്ള ഒരു താല്പര്യമില്ലേ. ശുശ്രൂഷകന്മാർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഈ നമ്മുടെ ന്യൂ ഇന്ത്യയിലെ സ്ഥാപകനായിരിക്കുന്ന തമ്പിച്ചാനെ നിങ്ങൾക്ക് അറിയാമല്ലോ. നിത്യതയിൽ ഇന്ന് വിശ്രമിക്കുക. അദ്ദേഹം പറഞ്ഞ എപ്പോഴും ഒരു കാര്യമുണ്ട്, ഈ വെറുതെ ഇരുന്ന തുരുമ്പിച്ചു പോകത്തുള്ളൂ.
എന്നാ ഓടി അങ്ങ് തീർന്നാൽ, തേയ്മാനം സംഭവിച്ച് തീർന്നാൽ അത് തേഞ്ഞങ്ങ് തീരും. അദ്ദേഹത്തിന്റെ ഒരു ആപ്തവാക്യമായിരുന്നു. എന്ന് പറഞ്ഞാല് വെറുതെ വീട്ടിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക, അതെ, പ്രവർത്തന നിരതനായിരുന്നാൽ ദൈവം പ്രവർത്തിക്കും. അത് പ്രാർത്ഥനയില്ലെങ്കിൽ പ്രാർത്ഥന, സുവിശേഷീകരണത്തില്ലെങ്കിൽ സുവിശേഷീകരണം, അല്ല ഇടയ ശുശ്രൂഷയില്ലെങ്കിൽ ഇടയ ശുശ്രൂഷ. അത് ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കോളിംഗ് അനുസരിച്ച് പ്രവർത്തന നിരതനായിരിക്കണം. അതൊരു മെയിൻ മേഖലയാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിടത്തോളം താൻ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. പകല് മുഴുവനും നല്ല തിരക്കായിരുന്നു. ഇന്നിപ്പം പലരും ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഈ പരിശോധനൊക്കെ പോകുമ്പോൾ അവിടെയുള്ള പണ്ടൊരു പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ നിങ്ങളുടെ ഏരിയയിലോട്ടോ ഞങ്ങൾ വരിക പരസ്യോധന, അവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, അപ്പൊ പാസ്റ്റർ ഫ്രീ ആണെങ്കിൽ ആ കവലയിലോട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോ പാസ്റ്റർ പറഞ്ഞത്, ഭയങ്കര തിരക്കാ പാസ്റ്റർ, രാവിലെ ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യണം, വൈകുന്നേരത്തിൽ ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്യണം, ഭയങ്കര തിരക്കാ. എന്താ പറയാനാ, തിരക്കുകളാ, ഭയങ്കര തിരക്കാ. ഇങ്ങനെ വീടുകൾ വിസിറ്റ് ചെയ്യുന്ന അല്ല ശുശ്രൂഷ. കർത്താവിനെ ഉയർത്തുന്നതാ ശുശ്രൂഷ. ആമേൻ. വിശ്വാസികളെ പഠിപ്പിക്കണം. എല്ലാ ആഴ്ചയിലും 3 ദിവസവും 4 ദിവസവും വിശ്വാസികളുടെ വീട്ടിൽ പോക്കലല്ല ശുശ്രൂഷ. സ്തോത്രം. അവരെ പ്രാപ്തരാക്കണം, അവരെ ശിഷ്യരാക്കണം, അവരെ സുവിശേഷകരാക്കണം, അവരെ പുറത്തിറക്കണം, അവരെ കവലെ കൊണ്ടുപോകണം, അവരെ വചനം പഠിപ്പിക്കണം. സ്തോത്രം. അവരെ നിൽക്കാൻ പഠിപ്പിക്കണം. അതാ ശുശ്രൂഷ. നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല, എന്റെ വെളിപ്പാടാ ഞാൻ പറയും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം, പ്രവർത്തന നിരതനായിരിക്കുന്ന ഒരു യേശുവിനെ ഞാൻ കാണുന്നു. പ്രവർത്തന നിരതനായിരിക്കുന്ന യേശു, ഒരു മിനിറ്റ് പോലും വെറുതെ കളയുന്ന യേശുവിനെ ഞാൻ കാണുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാത്രി വരെയും ജനത്തിനിടയിലാണ്. ഒന്ന് ഓർത്ത് നോക്കി, ജനത്തിനിടയിൽ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന യേശു. സ്തോത്രം. എത്ര പേരാ വരുന്നേ, ഒരു അസ്വസ്ഥതയും ഞാൻ കാണുന്നില്ല. ഇപ്പം വലിയ വലിയ പാസ്റ്റർമാരൊക്കെ അവരെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റമാണ് വെച്ചിരിക്കുക. സ്തോത്രം. എന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് സമയത്തിന് വരണം. ഇത് എവിടുന്നാ വന്നേ എനിക്കറിയത്തില്ല, ബൈബിളിൽ എവിടെ നിന്ന് തെളിവായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോയിന്റ്മെന്റ് ശുശ്രൂഷ. സ്തോത്രം. ശുശ്രൂഷകൻ ജനത്തിനിടയിലാണ്. ശുശ്രൂഷകൻ എപ്പോഴും ജനത്തോടാണ്. ശുശ്രൂഷകൻ എപ്പോഴും ജനത്തിന്റെ നടുവിലാണ്. ശുശ്രൂഷ ജനത്തോടാണ്. ശുശ്രൂഷ ജനത്തിനിടയിലാണ്. ശുശ്രൂഷ ചെയ്യുന്നത് ജനത്തോട് തന്നെയാണ്. അപ്പൊ ജനമില്ലെങ്കിൽ ശുശ്രൂഷയില്ല. സ്തോത്രം. അപ്പൊ ഇവിടെ യേശുവിന്റെ ഒരു ക്വാളിറ്റി, യേശു ഈ ജനത്തിന്റെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കുക. അവനെ ആരും വിളിച്ചാലും ആമേൻ ആരെയും നിരസിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് കുരുടൻ നിലവിളിച്ചപ്പോൾ, യേശുവിന്റെ ശിഷ്യന്മാർ വിലക്കിയപ്പോൾ യേശു പറഞ്ഞു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞ് അരിയിലേക്ക് കൊണ്ടുവന്ന കർത്താവിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് സമയമില്ല, ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം നമുക്ക് നോക്കാം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇതിനു മുമ്പ് ഒരു കൊടുങ്കാറ്റുണ്ടായിരുന്നു. അത് മർക്കോസ് സുവിശേഷം 4:35 മുതൽ 41 വരെ വാക്യങ്ങളിലാണ്. അവിടെ പക്ഷേ പടകിൽ യേശു ഉണ്ട്, പക്ഷെ ഇവിടെ പടകിൽ യേശു ഇല്ല. രണ്ടും വ്യത്യാസമുണ്ടേ, മനസ്സിലാക്കി പോണം. അവിടെ യേശു പടകിൽ അമരത്ത. അമരം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞങ്ങൾ ഈ താമസിക്കുന്ന തീരദേശമാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം വള്ളവും വലയും വഞ്ചിയും ഒക്കെ ഞങ്ങൾ കണ്ട് ശീലമുള്ളവരാണ്. അമരം എന്ന് പറഞ്ഞാൽ ഒരു പടകിന്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്തായിട്ട് അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അമരം. അമരത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അവിടെ നിൽക്കേണ്ടത്. അവനാണ് താഴേക്ക് നോക്കി. ഇന്നിപ്പോ എക്കോ സംവിധാനം, സ്കാനിങ് സിസ്റ്റം ഒക്കെ വന്നു. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവിടെ നിൽക്കുന്ന ആള്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം നോക്കിയിട്ട് പറയണം മീൻ ഇവിടെ ഉണ്ട്, വല എറിഞ്ഞു എന്ന് പറയുമ്പോഴാ വല ഇറക്കുന്നത്. അപ്പൊ അതുപോലെ അമരത്ത് തലയണ വെച്ച് യേശു കിടന്നുറങ്ങുക. അപ്പൊ കാറ്റും കോളും പ്രതികൂലമായി, പടക് മുങ്ങുമാറായി. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്നു. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കും. അപ്പൊ അവിടെ പ്രശ്നം തീർന്നു. ഇവിടെ നാം കാണുന്നത്, ഇവിടെ യേശു കരയിലാണ്, ശിഷ്യന്മാർ കടലിലാണ്. വ്യത്യാസമുണ്ട്. യേശു പടകിലില്ല. ഗ്ലോറി. സ്തോത്രം.
അവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ അല്പസമയം പ്രാർത്ഥിക്കാൻ പോവാ. ഇവന്മാരെ പറഞ്ഞു വിട്ടിട്ടായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന. എന്തുകൊണ്ടായിരിക്കാം? ഇവരുണ്ടെങ്കിൽ പ്രാർത്ഥന നടക്കത്തില്ല. സത്യം അതാ. കാര്യം എന്തെങ്കിലുമൊക്കെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട് അപ്പത്തെ കുറിച്ചുള്ള സംശയം. താഴേക്ക് നമുക്ക് വായിക്കാം. അതിന്റെ ലാസ്റ്റ് 52-ാം വാക്യം. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അപ്പൊ ഇതായിരുന്നു അന്നത്തെ ശിഷ്യന്മാരുടെ സ്ഥിതി, അവസ്ഥ. ഗ്രഹിക്കാൻ കഴിയാത്ത, യേശു കൂടെ ഉള്ളപ്പോ വിശ്വാസമില്ലാത്ത, ഭൂതത്തെ കൊണ്ടുവന്നു ഇറക്കാൻ കഴിയാത്ത, ആമേൻ, രോഗികളെ സൗഖ്യമാക്കാൻ കഴിയാത്ത, വിശ്വാസമില്ലാത്ത ചിലരായിരുന്നു അവരുടെ അവസ്ഥ. ശാന്തനാദിയ. യേശു കൂടെ ഉള്ളപ്പോഴും യേശു കൂടെ ഇല്ലാത്തപ്പോഴും ശിഷ്യന്മാരിൽ വന്ന മാറ്റം ഞാൻ ഇത് പഠിക്കുന്ന ഒരു വിഷയമാണ്. യേശു കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ പറയും ശിഷ്യന്മാർ അലസന്മാരായിരുന്നു. കാര്യം യേശു എല്ലാം ചെയ്തു കൊടുക്കുമല്ലോ. ചില പിള്ളേരങ്ങനെ അപ്പനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. പെൺപിള്ളേരാണെങ്കിൽ ഒരു പാത്രം പോലും കഴുകത്തില്ല. എന്നാൽ ഇവളുമാരെല്ലാം പോയി വേറെ എവിടെയെങ്കിലും പഠിക്കാനോ അല്ലെ കെട്ടിച്ചോ ഒക്കെ വിട്ട് കഴിയുമ്പോൾ പിന്നെ ചെയ്യാത്തതും കൂടെ ഇരട്ടി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞല്ല. ശരിയല്ലേ? സ്തോത്രം. വീട്ടിൽ ചെയ്യാത്തതിന്റെ കൂടെ ഇരട്ടിപ്പണി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ യേശു ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇവര് ആമേൻ സ്തോത്രം അലസരായിരുന്നു. ഉറക്കം, എപ്പോഴും ഉറക്കമാണ്. ഉറക്കപ്രിയരായിരുന്നു. രാത്രി മുഴുവൻ, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, പകല് മുഴുവൻ ഈ നടപ്പല്ലേ ഈ ദേശങ്ങളിലൂടെ. അവർക്ക് കാറോ സംവിധാനങ്ങൾ ഇന്നത്തെ പോലെ ആമേൻ ഓടി സംവിധാനം ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോ അതുകൊണ്ട് ഉറക്കമായിരുന്നു. അവരുടെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോ. പക്ഷെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ അവന് പ്രാർത്ഥിക്കണം. യേശുവിന് പ്രാർത്ഥിക്കണോ? ദൈവമല്ലേ, ദൈവപുത്രനല്ലേ. ദൈവത്തിന് പ്രാർത്ഥന ആവശ്യമെങ്കിൽ നമുക്ക് എത്രയധികം വേണം? ദൈവപുത്രനായ ക്രിസ്തു പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കണം? പ്രാർത്ഥനയാൽ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രൈസ് ഗോഡ്. ഇവിടെ അവരെ പറഞ്ഞു വിട്ട് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ ഹൃദയത്തിനകത്ത് അകക്കണ്ണുകൾ തുറന്ന് അവരെ ദർശിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ ഞാൻ കാണും. പറഞ്ഞു വിട്ടേച്ച് അവർ പോട്ടെ എന്ന അർത്ഥത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അല്ല ഞാനിവിടെ ദർശിക്കുന്നത്. ആമേൻ. അവരെ അകക്കണ്ണുകൾ കൊണ്ട് കാണുന്ന ക്രിസ്തുവിനെ ഞാൻ കാണും. ഗ്ലോറി ടു ഗോഡ്. കഴിഞ്ഞ കൊടുങ്കാറ്റിൽ അവൻ അവരോടുകൂടെ പടകിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ യേശു മലയിൽ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. സ്തോത്രം. വിശ്വാസത്തിന്റെ വലിയ പാഠങ്ങൾ അവരെ പഠിപ്പിക്കുകയായിരുന്നു. സ്തോത്രം. ചില ജീവിതത്തിൽ വരുന്ന ചില സംഭവങ്ങൾ നമ്മെ ചിലത് പഠിപ്പിക്കുവാനാണെന്ന് ഉൾക്കൊള്ളാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നാം ഈ പ്രതിഘട്ടങ്ങളെ അതിജീവിച്ചിരിക്കും. സ്തോത്രം. നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല ഈ കൊടുങ്കാറ്റ്, നമ്മെ തകർക്കുവാൻ വേണ്ടിയിട്ടല്ല ഇത്. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോടായി വിളിച്ചു പറയുന്നു, ജീവിതത്തിൽ വരുന്നത് നന്മയ്ക്കായിട്ട് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അവിടെ വിലപിച്ചിരിക്കുകയല്ല വേണ്ടേ, കരഞ്ഞിരിക്കുകയല്ല വേണ്ടേ, നിരാശപ്പെട്ടിരിക്കുകയല്ല വേണ്ടേ. സ്തോത്രം. രോഗിയായി എന്ന് പറഞ്ഞ് ആമീൻ എല്ലാ പ്രത്യാശയും കൈവിടുകയല്ല വേണ്ടേ. ആമീൻ. അവസാന ശ്വാസം വരെയും പൊരുതി നിൽക്കുന്ന ദൈവകൃപയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വിശ്വാസം പോലും തള്ളിക്കളയുന്ന ഇന്നിന്റെ കാലത്ത് ആമീൻ ദൈവത്തിന്റെ ജനത്തോട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, സഹോദരങ്ങളെ, ക്രിസ്തുവിനെ പ്രതി അവസാന ശ്വാസം വരെയും ഉറച്ചു നിൽക്കുവാനുള്ള വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരിനകത്തുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇവിടെ പറഞ്ഞതിന്റെ ആശയം, യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെന്നേ, നമ്മുടെ കൂടെ ഉണ്ട്, ഇപ്പോഴും നമ്മുടെ കൂടെ. അവൻ അക്ഷരികമായി അന്നുണ്ടായിരുന്നു, ശരീരം കൊണ്ട് അന്നേ ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. അതിന്റെ വില മനസ്സിലാക്കാത്തവരായിരുന്നു ശിഷ്യന്മാർ. ഞാൻ എപ്പോഴും പറയും, ആമേൻ, നമ്മോട് കൂടെയുള്ള സാന്നിധ്യം ഒന്ന് പോയാലെന്നല്ല, ദൈവത്തിന്റെ സാന്നിധ്യം എന്തിനു കൊള്ളാം നമ്മളെ. ഞാൻ എന്റെ ചർച്ചയിൽ എപ്പോഴും പറയാറുണ്ട്, സ്തോത്രം, നമ്മുടെ മുഖത്ത് നിങ്ങൾ കറുത്തതോ വെളുത്തതോ ആരുമാകട്ടെ, ദൈവത്തിന്റെ തേജസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് സൗന്ദര്യം ഉള്ളത്, അല്ലാണ്ട് പുട്ടിയിടുന്നതുകൊണ്ടൊന്നും അല്ല. ഈ ഇന്നത്തെ സ്ത്രീകൾ ധാരാളം പുട്ടിയടിച്ച് പെയിന്റ് അടിക്കുന്നവരാ. ഇച്ചിരി വെള്ളം അങ്ങോട്ട് വീണ് നോക്കണം, അന്നേരം അറിയാം തനി യഥാർത്ഥ കളർ എന്താണെന്നോ. ഇച്ചിരി വെള്ളം അങ്ങോട്ടൊന്ന് ഒഴിച്ചു നോക്കി. എന്നാൽ ഒന്നുമില്ലാതെ നാച്ചുറൽ ആയിട്ട് പോകുന്ന ഒരു ദൈവപൈതൽ, അവന്റെ മുഖത്തിന്റെ തേജസ് ക്രിസ്തുവിന്റെ തേജസ്സാന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് പോയാൽ നമ്മെ കാണാൻ കൊള്ളത്തില്ല. സ്തോത്രം. ഇരുണ്ട് പിശാച് ചപ്പിയതുപോലെ ആയിരിക്കും.
അതുകൊണ്ട് നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ ആ തേജസ് കളയരുത്, എവിടെയും കൊണ്ട് നശിപ്പിക്കരുത്, കൃപ കളയരുത്. ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം മുന്നോട്ട് പൊക്കോണം. ആരെന്റെ കൂടെ ഉണ്ടോ? ഇന്നത്തെ കാലത്ത് ഇതിന്റെ പ്രസക്തിയേ ഇല്ല. സ്വന്തം കുടുംബം പോലും ഉണ്ടാകത്തില്ല. സ്തോത്രം. ആര് സപ്പോർട്ടീവിനായിട്ട് ഉണ്ടാകത്തില്ല, നമ്മളെ കരുതാൻ ഉണ്ടാവില്ല. ഒരു പ്രാർത്ഥന സപ്പോർട്ട് പോലും നമുക്ക് ഉണ്ടാകണമെന്നില്ല. എന്നാൽ അവിടെയും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നുവോ? അവിടെയും എന്റെ യേശു എന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഓ യെസ്, എന്റെ പടക് തകരുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവിടെയും അവിടുന്ന് ഇറങ്ങി വരുന്ന ദൈവമാ. 4-ാം യാമമായാലും ആമേൻ, 3-ാം യാമമായാലും 2-ാം യാമമായാലും 1-ാം യാമമായാലും ദൈവത്തിന് യാമവ്യത്യാസമില്ല, സമയവ്യത്യാസമില്ല. അവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഓ യെസ്, ആമേൻ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് വാക്ക് തന്ന ദൈവം നമ്മുടെ കൂടെയുള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേര് നമ്മെ വിട്ടുപോയി, എത്ര പേര് നമ്മെ അകന്നുപോയി. ഞാൻ രക്ഷപ്പെട്ടാൽ നീ രക്ഷപ്പെടും, ഞാൻ പോയാൽ നിന്നെയും കൊണ്ടുപോകും, ആമേൻ, ഞാൻ നിന്നെ മറക്കത്തില്ല എന്നെല്ലാം പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ആത്മസ്നേഹിതർ നമ്മെ മറന്നില്ലേ? നമ്മെ ആമേൻ കൈവിട്ടില്ലേ? അവിടെ നമ്മെ കൈവിടാത്ത ഒരുവനേ ഉള്ളൂ. വിശ്വസിക്കുന്നോ? അവിടെ നമ്മെ കൈവിടാത്ത ഒരുവനേ ഉള്ളൂ. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. നാം ഒരു കഷ്ടത്തിലേക്ക് പോകുമ്പോൾ അറിയണം യഥാർത്ഥ സ്നേഹിതൻ ആരാണെന്നുള്ളത്. നാം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അറിയുന്നത് യഥാർത്ഥ സ്നേഹിതൻ ആരാണെന്നുള്ളത്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയും, യഥാർത്ഥ സ്നേഹിതൻ, സത്യസന്ധമായി സ്നേഹിക്കാൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ. അത് ഞാൻ ഈ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അവൻ നമ്മെ കൈവിടില്ല, അവൻ നമ്മെ മറക്കില്ല. ഏത് പടക് തകരുന്നെന്ന് തോന്നിയാലും, എല്ലാം ഇല്ലാതാകുന്നു എന്ന് തോന്നിയാലും, മരണം മാത്രമാണ് മുന്നിലെന്ന് കാണുന്ന സാഹചര്യത്തിലും എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അതെന്റെ നസ്രനായ യേശു ക്രിസ്തുവാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പുണ്ട്? യെസ്, ജീവിതത്തിന്റെ ശൂന്യതയിൽ, ജീവിതത്തിന്റെ തകർച്ചയിൽ, ജീവിതത്തിന്റെ ഒറ്റപ്പെടലിൽ, ജീവിതത്തിന്റെ ഏകാന്തതയിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. നിങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്നത്, ഒരു സൂം പ്ലാറ്റ്ഫോമിലാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ, അന്യഭാഷ പറയാം, നിങ്ങൾക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഓ റബശാന്തരേ ഉടാരകജന ദലഘടകസ്യാന്തന. അതാണ് വിടുതൽ എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെയാണ് ദൈവത്തിന്റെ കരം നമ്മെ ചലിപ്പിക്കുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മെ വിടുവിക്കുന്ന ദൈവം, അവൻ രക്ഷിപ്പാൻ കഴിയാതവണ്ണം കരം കുറുകിപ്പോയിട്ടില്ല. നമ്മെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നും ചലിക്കുന്ന കരമാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഹോളി സ്പിരിറ്റ്. ഓ യെസ് ലോർഡ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോട്ടെ. ഇവിടെ അവൻ അവരെ മറന്നു എന്ന് അവർക്ക് തോന്നി. ശരിയല്ലേ? സോറി, ഒരു കോള് വന്നാണേ, സോറി. ഓക്കെ, അവൻ അവരെ മറന്നു എന്നാണ് ശിഷ്യന്മാർക്ക് തോന്നിയത്. മറന്നു എന്ന് തോന്നി. എന്നാൽ അവൻ മറന്നില്ല, അവൻ അവരോട് കൂടെ ഉണ്ടായി. അവർക്കെതിരെ ആഞ്ഞടിച്ച കാറ്റിനോട് അവർ മല്ലടിക്കുമ്പോൾ ആ അന്ധകാരത്തിൽ, അവരുടെ കഷ്ടതയിൽ അവൻ അവരെ കാണുന്നുണ്ടായിരുന്നു. അതും രാത്രിയിലെ 4-ാം യാമത്തിൽ. 4-ാം യാമം എന്ന് പറയുമ്പോൾ ഏകദേശം വെളുപ്പിന് 3-നും 6-നും ഇടയിലുള്ള സമയമാണ്. സ്തോത്രം. ഗലീലക്കടലിന്റെ ഈ ഭാഗം 8 മൈൽ വീതിയുണ്ട്. 8 മൈൽ വീതിയുണ്ട് ഈ സ്ഥലം. സ്തോത്രം. അല്പം കടലുള്ള സ്ഥലമാണ്. അവർ കടലിന്റെ പകുതി ദൂരമേ സഞ്ചരിച്ചുള്ളൂ ഈ സമയം കൊണ്ട്. സന്ധ്യക്ക് പോയതാ, മണിക്കൂറുകൾ പിന്നിട്ടു. കുഴഞ്ഞു, തളർന്നു, ക്ഷീണിച്ചു, മടുത്തു. ഈ പകൽ ആരോടോ ദൈവാത്മാവ് സംസാരിക്കും. ഓ യെസ്, ജീവിതത്തിൽ അങ്ങ് മടുത്തിരിക്കുന്നവര്, നിരാശപ്പെട്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ഹോളി സ്പിരിറ്റ്, നീ എങ്ങനെയെന്ന് ചോദിക്കുന്നവരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ആ ചോദ്യത്തിനവിടെ പ്രസക്തി ഇല്ല. തളർച്ചയുടെ നടുവിൽ ഇറങ്ങുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ധൈര്യമായിട്ട് അൺമ്യൂട്ട് ചെയ്ത് സ്തോത്രം ചെയ്തു കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്താ. നിങ്ങൾക്ക് സ്തോത്രം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, സ്തോത്രം ചെയ്യുക, എൻജോയ് ചെയ്യുക. വചനം കേൾക്കുമ്പോൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യം. റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വചന ശുശ്രൂഷയിൽ ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകും.
അവിടെയാ വിടുതലുണ്ടാകുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. അല്ലെ, നിരാശപ്പെട്ട കുഴഞ്ഞിരിക്കുന്ന ശിഷ്യന്മാർ, ആശ നഷ്ടപ്പെട്ട ശിഷ്യന്മാർ, ശരിക്കും ആ ശിഷ്യന്മാരെ ഒന്ന് വായിച്ചറിഞ്ഞേ. ഇപ്പൊ അവരുടെ സ്ഥിതി എന്താണ്? നാഥനില്ല, അല്ലെ, പടകിൽ നാഥനില്ല, ഗുരുവില്ല. ഇതിനു മുമ്പുള്ളായിരുന്ന കൊടുങ്കാറ്റിൽ പടകിൽ യേശു ഉണ്ടായിരുന്നു. നാഥാ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു, അവനെ ഒന്ന് ഉണർത്തിയാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അവനെ വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൂരത്താണ് യേശു. ഞാൻ മാനുഷികമായിട്ടാ പറയുന്നത്. വിളി കേൾക്കാത്ത മീൻസ് അവനെ എപ്പം വിളിച്ചാലും കേൾക്കും ദൈവം. ഞാൻ പറഞ്ഞ ശിഷ്യന്മാരുടെ ഒരു ചിന്ത ഞാൻ പറയും. സ്വാഭാവികമായി ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന കാര്യം ഞാൻ മനസ്സിലായി. ഇപ്പോൾ യേശു അങ്ങ് കരയിലാണ്, ഇവർ കടലിലാണ്. അവരുടെ ചിന്ത, ഞങ്ങൾ ഇവിടെ നശിക്കുക, ഇവിടം കൊണ്ട് ഞങ്ങളുടെ ജീവിതം തീരുക, ഈ കടൽ ഞങ്ങളെ കൊണ്ടുപോവുക, തണ്ട് വലിച്ച് പോണം. മോട്ടോർ സംവിധാനമൊന്നുമില്ല, തണ്ട് വലിക്കണം, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. തണ്ട് വലിച്ചു വലഞ്ഞ് ആമേൻ തളർന്നു, ക്ഷീണിച്ചു. കടൽ കൂടുതലാ, പ്രശ്നങ്ങളാ. ഓ യെസ്, ആമേൻ. ഈ കഴിഞ്ഞ 7-8 മണിക്കൂർ കൊണ്ട് കടലിന്റെ പകുതി എത്തിയിട്ടേ ഉള്ളൂ. കർത്താവ് ഇവരെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. മക്കളെ, എന്നെ കൂടാതെയുള്ള യാത്രയൊക്കെ വ്യർത്ഥമാണ്. പോയി നോക്ക്, പഠിച്ചേച്ചു വാ. എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂല. എനിക്കൊരു ക്രൂശീകരണം വരുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് പോകും. പിന്നെ ഈ സഭയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് നിങ്ങളാ. അഥവാ പുതിയ നിയമസഭ സ്ഥാപിക്കേണ്ടത് പത്രോസേ കൂട്ടരേ നിങ്ങളാ. നിങ്ങൾ ശക്തരായേ പറ്റൂ. സന്ദേശം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്ഷീണിച്ചാൽ എങ്ങനെ ഇത് മുന്നോട്ട് പോകും? ക്രിസ്ത്യാനിറ്റി ക്ഷീണിച്ചാൽ ലോകം എങ്ങനെ നിൽക്കും? സ്തോത്രം. സഭ തളർന്നു പോയാൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും സംവിധാനം? ശുശ്രൂഷകന്മാർ തളർന്നു പോയാൽ എങ്ങനെ ഈ സംവിധാനം മുന്നോട്ട് പോകും? ചിന്തിക്കുന്നുണ്ടോ? ആമേ. ഈ സമയം നിരാശയും തളർച്ചയും അവരെ ബാധിച്ചിരുന്നു. ചില ചിന്തകൾ ഞാൻ പറഞ്ഞ് എന്റെ മെസ്സേജിന് ഞാൻ അവസാനം കുറിക്കാം. ഇതെല്ലാം ഞാന് വലിയ വേദശാസ്ത്രജ്ഞനൊന്നും അല്ല കേട്ടോ. സോ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവം തരുന്ന ചില ചിന്തകൾ ഞാൻ കുറിച്ചു വെക്കും. നാം ഒറ്റയ്ക്കായതും യേശു ദൂരത്തായതും എല്ലാം നന്മയ്ക്കായി. ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റിയത് ആ പ്രശ്നമാണ്. യെസ്, നമുക്ക് ഇത്രയും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, ഇത്രയും പ്രാർത്ഥിക്കുന്ന സ്വഭാവം നമുക്കില്ലായിരുന്നു. പക്ഷെ നമ്മെ പ്രാർത്ഥനാ മനുഷ്യരാക്കി മാറ്റിയത് നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളാണ്. എത്ര പേർ ഇതിനോട് അനുകൂലിക്കുന്നു? സ്തോത്രം. നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റിയത്, നമ്മെ ശക്തരാക്കി മാറ്റിയത് നാം അഭിമുഖീകരിച്ച പ്രശ്നങ്ങളാണ്, നാം ഒറ്റപ്പെടലുകളാണ്, ഏകാന്തതയാണ്, തള്ളിക്കളഞ്ഞതാണ്. ഇപ്പോൾ നാം കരുത്തുള്ളവരായി തീർന്നെങ്കിൽ അതിന്റെ അർത്ഥം സാഹചര്യങ്ങൾ നമ്മെ അങ്ങനെ ആക്കി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെയെങ്കിൽ യോബ് പറയുന്ന പോലെ എല്ലാം യഹോവ തന്നു, എല്ലാം യഹോവയുടേതാണ്. സ്തോത്രം. ജീവിതത്തിൽ വരുന്ന എല്ലാം ദൈവം അറിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. കർത്താവ് അറിയാത്തതൊന്നും നിനക്ക് ഇന്ന് വരെ ഭവിച്ചിട്ടില്ല, ഇനി ഭവിക്കാൻ പോകുന്നുമില്ല. ഏറ്റവും കൂടിയാൽ മരണമല്ലേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ലല്ലോ. ഉണ്ടോ? പേടിച്ചോ മരണമെന്ന് കേട്ടപ്പോ രാവിലെ? സ്തോത്രം. കൂടിപ്പോയാൽ മരിക്കും, അത്രയല്ലേ ഉള്ളൂ. മൂക്കിൽ 2 പഞ്ഞി വരും. അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും പിശാചിന്? പക്ഷെ മരണത്തിനപ്പുറം ജയിച്ച ക്രിസ്തു നമ്മുടെ കൂടെ ഇല്ലേ? മരണത്തിന് കിടക്കിയെ മാറ്റാൻ കഴിയുന്നവൻ നമ്മുടെ കൂടെ ഇല്ലേ? രോഗത്തെ മാറ്റുവാൻ കഴിയുന്നവൻ നമ്മുടെ കൂടെ ഇല്ലേ? വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കുന്നതിനെ പോലും വിടുവിക്കാൻ കഴിയുന്നവൻ നമ്മുടെ കൂടെ ഇല്ലേ? ഓ യെസ്, ആമേൻ, 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 ആമേൻ. ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? കഷ്ടത്തിലായത്, അങ്ങനെ ഒരു വാക്യമുണ്ട്, എനിക്ക് ഏറ്റവും ഗുണമായി.
സ്തോത്ര. ഞാൻ കഷ്ടത്തിലായത് പറഞ്ഞാട്ടെ, ആമേൻ. കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി പറയും ആരെങ്കിലും ഇന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചോണ്ടിരിക്കാതെ, ഞാൻ കഷ്ടത്തിലാണേ കർത്താവ് എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാതെ, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഏറ്റവും ഗുണമായി എന്ന് പറയാൻ കഴിയട്ടെ. അപ്പൊ ഒറ്റയ്ക്കായത് ആമേൻ യേശു ദൂരത്തായതും എല്ലാം നന്മയ്ക്കായി മാറി. മലമേൽ പ്രാർത്ഥിക്കുന്ന യേശു തന്റെ ജ്ഞാന ദൃഷ്ടിയാൽ എല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഇമാര് പോയതും ഇമാര് വലയുന്നതും കഷ്ടപ്പെടുന്നതും അവിടെ കിടന്ന് വെറുവെറുക്കുന്നതും ആമേൻ കർത്താവെ നീ കാണുന്നില്ലല്ലോ, നിനക്ക് യാതൊരു ചിന്തയില്ലല്ലോ എന്നെല്ലാം പറയുന്നതും എല്ലാം കർത്താവ് കാണുന്നു കേൾക്കുന്നുണ്ട്. അവൻ സർവജ്ഞാനിയായ ദൈവം, അല്ലാണ്ട് ഒരു ഊമ വിഗ്രഹത്തിന്റെ മുമ്പിലല്ല ഞാൻ നിങ്ങൾ വന്നേക്കും. സ്തോത്രം. അവന് സർവ്വതും അറിയുവാൻ കഴിയുന്ന, സർവത്തെയും അറിയാൻ കഴിയുന്ന, സകലത്തെയും ഗ്രഹിക്കാൻ കഴിയുന്ന സർവജ്ഞാനിയായ ദൈവം അവന്റെ ജ്ഞാന ദൃഷ്ടിയാൽ എന്നെ നന്നായി കാണുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, ഞാൻ ഇപ്പോൾ പോകുന്ന വഴികൾ, ഞാൻ ആയിരിക്കുന്ന മണ്ഡലങ്ങൾ, എന്റെ എല്ലാ സ്ഥിതികൾ നന്നായി അറിയുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. ഉറപ്പോടെ എന്ന് പറഞ്ഞാട്ട് ഞാൻ സേവിക്കുന്ന ദൈവം ആമേൻ എന്നെ വിടിവിക്കാൻ കഴിയുന്നവനാന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. പ്രതികൂലത്തിൽ യേശു നടന്നു വരുമെന്ന് ഒരിക്കലും ഉമാര് ചിന്തിച്ചില്ല. പടകില്ലല്ലോ, പടക് പോയല്ലോ, ആകെപ്പാടെ സഞ്ചരിക്കാനുള്ള ഒരു വാഹനം പടകല്ലേ. ഇവരെ ഉള്ളത് എവിടെയാ? കടലിന്റെ നടുവിലല്ലേ. ഒരിക്കലും ചിന്തിച്ചില്ല ഈ സാഹചര്യത്തിൽ യേശു ഞങ്ങളുടെ അരികിൽ വരും. സ്തോത്രം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ദൈവം എന്നെ കൈവിട്ടു, ഇനിയും ജീവിതമില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ രോഗം എന്നെ കൊണ്ടേ പോവും എന്നൊന്നും പറയരുത്. എങ്ങനെയാ മരണമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. രോഗത്താലായിരിക്കാം, അപകടത്താലായിരിക്കാം, അനർത്ഥങ്ങളിലായിരിക്കാം, കടലിലായിരിക്കാം, കായലിലായിരിക്കാം, എവിടെയാണ് പക്ഷെ ഒന്ന് ഞാൻ പറയും, നിന്റെ സമയം ആകുന്നതിന് മുമ്പ്, ദൈവം വിധിച്ചിരിക്കുന്ന സമയം ആകുന്നതിന് മുമ്പ് നിന്റെ ജീവൻ എടുക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. അതിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രതികൂലത്തിൽ കടലിലൂടെ നടന്നു വരുന്ന ക്രിസ്തുവിനെ അവൻ അത്രത്തോളം അവൻ എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ടല്ലേ പത്രോസും കൂട്ടരും ഭൂതം എന്ന് വിളിച്ച യേശുവിനെ. അതിനെ നിങ്ങൾ അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലേ. സ്തോത്രം. അവർ യേശുവാന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം ഇതിന്റെ നടുവിൽ ഒരിക്കലും അവൻ വരില്ല. ഈ കടലിന്റെ മുകളിൽ കൂടെ അങ്ങനെ നടന്നു വരുമോ? അയ്യോ, സ്തോത്രം. ഞാൻ അതിനെ എങ്ങനെയാ കാണുന്നത്? യേശു തന്റെ പാദം ആ കടലിന്റെ വെള്ളത്തിന്റെ പരപ്പിലേക്ക് തൊട്ടപ്പോ കടലിന്റെ വെള്ളം പറയാ, മക്കളെ തിരമാല എല്ലാവരോട് ചേർന്ന് പറയുക, അവിടെ ഈ പാദം വെച്ചിരിക്കുന്ന പാദം സാധാരണ പാദം അല്ല കേട്ടോ, ഇത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന്റെ പാദമാണ്. ഓ സോറി, ഉണ്ടോ എന്നോട് വചനത്തോടൊപ്പം ഉണ്ടോ? ആരാ? പകലത് ഉണ്ടാക്കിയവനാ. അതുകൊണ്ട് അവനെ നടക്കാൻ ഒരു പ്രതൽ നമുക്ക് ആക്കി കൊടുക്കാം. വെള്ളമെല്ലാം കൂടെ കട്ടിയായിട്ട് നിന്നു. അവനിപ്പം സുഖമായി കരയിലൂടെ നടന്നു പോകുന്ന, റോഡിലൂടെ നടന്നു പോകുന്ന ആമേൻ നിരത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അവൻ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് അതെ ഭൂതം എന്നവർ നിരൂപിച്ചു നിലവിളിച്ചു. യേശുവിനെ ഗ്രഹിക്കാൻ കഴിയാതായി പോയി. ഈ പകൽ പ്രതികൂലങ്ങളിൽ നടന്നു വരുന്ന ഒരു യേശുവിനെ വിശ്വസിക്കുന്ന എത്ര പേര് ഈ പ്രഭാതത്തിലുണ്ട്? പ്രതികൂലങ്ങളിൽ നടന്ന് എന്റെ അരികിൽ വരുന്ന കർത്താവ്. നാം ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ പ്രവൃത്തി. നാം ചിന്തിക്കുന്നത് പോലെ അല്ല, നാം പറയുന്നത് പോലെ അല്ല. സ്തോത്രം. അങ്ങനെ പ്രവർത്തിക്കാൻ ആമേൻ അവനൊരു കമ്പ്യൂട്ടർ മനുഷ്യനല്ല. നാം പറയുന്നത് പോലെ അല്ലേ. ഇന്നിപ്പോ കമ്പ്യൂട്ടർ മനുഷ്യനുണ്ടല്ലോ. കമ്പ്യൂട്ടർ പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് വാ, വെള്ളം കൊണ്ടുപോവാ, എല്ലാം ഓക്കെ, എന്ത് വേണേലും ചെയ്തു തരും. അതല്ല എന്റെ ദൈവം. ഞാൻ പറയുന്നത് പോലും നാം ചിന്തിക്കുന്ന പോലും പ്രവർത്തിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. മറിച്ച് കർത്താവ് പറയുന്നത് പോലെ ഞാൻ ചെയ്യണം. പറ്റുമോ? സ്തോത്രം. അവന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ തയ്യാറാകണം. അവൻ പറയുന്നത് ചെയ്യാൻ ഞാൻ തയ്യാറാകണം. ജീസസ്. ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, എന്റെ ഹിതമല്ല നിറവേറേണ്ടത്, അവിടുത്തെ ഹിതമാണ് നിറവേറേണ്ടത്. ആണോ? അതിനെ കേൾപ്പിക്കാൻ എത്ര പേർക്ക് ഈ പകലിൽ നിയോഗമുണ്ട്? എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ.
ഏൽപ്പിച്ചു കൊടുത്ത് നോക്ക, ദൈവഹിതം വെളിപ്പെടും. പ്രതികൂല കാറ്റ് അമരാൻ പടകിൽ യേശു ഒന്ന് കയറിയാ മതി. സോറി, പടകിൽ യേശു ഒന്ന് കയറിയാ മതി. യേശു നടന്ന് ആ പടകിൽ ഒന്ന് കയറി പണ്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഇവിടെ പടകിൽ കയറിയപ്പോൾ കടൽ ശാന്തമായി. ശാന്തനാദിയാണ്. ജീവിതമാകുന്ന ഈ പടകിലേക്ക് യേശുവിനെ ഒന്ന് സ്വീകരിക്ക്, ഒന്ന് വിളിക്ക്, അവനൊന്ന് കയറിയാ മതി. നമ്മുടെ പടക് ശാന്തമാകും. പ്രതികൂലത്തെ ശാന്തമാക്കുക മാത്രമല്ല, ഈ കഴിഞ്ഞ നാളുകളിൽ താങ്കളെ ഇത്രയും അധികം വേദനിപ്പിച്ച പ്രതികൂലത്തിന്റെ മുകളിലൂടെ ചവിട്ടിപ്പോകുവാൻ കർത്താവ് ബലം നൽകുന്നു. ശാന്തരാധിയാന. യെസ് ലോർഡ്, ഇത്രയും കാലം നിന്നെ ദണ്ഡിപ്പിച്ച പ്രതികൂലത്തിന്റെ മുകളിലൂടെ ചവിട്ടിപ്പോകുവാൻ ദൈവം നിനക്ക് കൃപ തരികയാ. ആമേൻ. ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ നിന്നെ ദണ്ഡിപ്പിച്ച രോഗത്തെ നീ ചവിട്ടിക്കളയാൻ ദൈവം നിനക്ക് കൃപ തരികയാ. നിന്നെ വേദനിപ്പിച്ച ആമേൻ മറ്റുള്ളവരുടെ നടുവിൽ ആമേൻ അവരുടെ മുമ്പിലൂടെ അഭിമാനത്തോടെ നടക്കുവാൻ ദൈവം നിനക്ക് കൃപ തരാൻ പോകുക. വിശ്വസിക്കുന്നുവെങ്കിൽ ദൂതേറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട്. ആമേൻ. പ്രതികൂലങ്ങളിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തിയെ ആമേൻ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉദാരപരഘടക സാന്തനാദിയാന. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. സ്തോത്രം. നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. നിലവിളിക്കേണ്ട, മുന്നോട്ട് പോ എന്ന് മോശയോട് കർത്താവ് പറയുകയാണ്. ശാന്തത വരുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഇതിനവസരം കൂടി തന്ന കർത്താവിന്റെ വലിയൊരു ദാസൻ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അവരെയും അനുഗ്രഹിക്കും. ആമേൻ. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ളൊരു ദൈവവചനമാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ആ ശിഷ്യന്മാരെ ആ ഭയങ്കരമായിട്ടുള്ള ആ കടൽക്ഷോഭത്തിൽപ്പെട്ട് ഞങ്ങൾ നശിച്ചു പോകും എന്ന് ചിന്തിച്ച് ഭയപ്പെട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരുടെ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ആ കടലിൻ മീതെ കൂടെ യേശു നടന്നു വരികയാണ്. അന്ന് വരെ യേശു കടലിൻ മീതെ കൂടെ നടക്കുന്നത് അവർ കണ്ടിട്ടില്ല. മറ്റു പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, എന്നാൽ കടലിന്റെ മീതെ കൂടെ നടക്കാൻ കർത്താവിന് കഴിയും എന്നവർ ചിന്തിച്ചില്ല. അത് കണ്ടപ്പോഴാണ് അവർ ഭയങ്കരമായിട്ട് ഭയപ്പെടുകയാണ്. യേശു അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ധൈര്യപ്പെടേണ്ടതിന് പകരം യേശുവിനെ കണ്ടിട്ട് ഭൂതമാണെന്നും പറഞ്ഞിട്ട് അവര് ഭയപ്പെട്ട് നിലവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. ദൈവപ്രവൃത്തിയെ കാണുവാനോ ദൈവപ്രവൃത്തിയെ കണ്ട് വിവേചിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമുക്ക് നമ്മുടേതായ ചില ചിന്താ ശൈലികളുണ്ട്. ദൈവം ഇങ്ങനെ ആയിരിക്കും പ്രവർത്തിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ചിന്തകൾക്കൊക്കെ വളരെ അതീതമായി ഓഫൻ ടൈംസ് വി ട്രൈ ടു സീ ഗോഡ് ഇൻ എ ബോക്സ്. നമ്മുടേതായ ചിന്തകൾക്കുള്ളിൽ ദൈവം പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ഒരു മനുഷ്യന്റെയും മനസ്സിൽ തോന്നാത്ത രീതിയിലാണ് ദൈവം പലപ്പോഴും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ ശിഷ്യന്മാര് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ കർത്താവ് ഞങ്ങളോടുകൂടെ ഇല്ലല്ലോ, യേശു ഞങ്ങളോടുകൂടെ ഇല്ലല്ലോ, ഭയങ്കര മണ്ടത്തരമായി പോയി, ഞങ്ങൾ തന്നെ ഇറങ്ങി തിരിച്ചതെന്നൊക്കെ അവർ ചിന്തിച്ചു. എന്നാൽ ആ കടലിന്റെ മധ്യേ കൂടെ നടന്ന യേശു അവരുടെ അടുത്തേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആരുമില്ലല്ലോ എന്നൊക്കെ ഭയപ്പെട്ട് നമ്മൾ നിരാശരായി തീരുന്നെങ്കിൽ ആ കർത്താവ് ആ പ്രതിസന്ധിയുടെ മധ്യത്തിലേക്ക് നടന്നു വരുമെന്നുള്ളതാണ് സത്യം. നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കുന്നെങ്കിൽ നമുക്ക് അതിശയങ്ങൾ കാണാനായിട്ട് സാധിക്കും. പത്രോസ് നമുക്കറിയാം, ധൈര്യപ്പെട്ട് ഞാനിവിടെ നീ ആണെങ്കിൽ കർത്താവെ ഞാനിവിടെ നടന്നു വരാനെന്ന് പറയണേന്ന് പറഞ്ഞു, പോരാൻ പറഞ്ഞു. പത്രോസ് നടന്ന്, നമുക്കറിയാം വിശ്വാസത്തോടുകൂടി പത്രോസ് നടന്നു. എന്നാൽ കാറ്റും കടലും ഒക്കെ കണ്ടിട്ട് പത്രോസ് ഒരു നിമിഷം ചിന്തിച്ചു, ഇത് കടലിന്റെ പുറത്തൂടല്ലേ ഞാൻ നടക്കുന്നത്, ഇത് നടക്കുന്ന കാര്യമാണോ, ഇത് അസംഭവ്യമാണല്ലോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അദ്ദേഹം താഴാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവര്, അവിശ്വാസം, അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് അവിശ്വാസം കൊണ്ടൊന്നും നിങ്ങൾക്ക് നേടാൻ കഴിയില്ല, വിശ്വസിക്കുന്നവനെല്ലാം കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ തന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ ആണല്ലോ പറഞ്ഞത്. നമുക്ക് പ്രിയമുള്ളവര്, പലപ്പോഴും നമ്മൾ വിശ്വാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മൾ അബ്രഹാമിന്റെ കാര്യമൊക്കെ പറയും, അസാധ്യമെന്ന് തോന്നുന്നതിന്റെ മധ്യത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നമ്മൾ വരുമ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. നമ്മള് യുക്തിപരമായിട്ടൊക്കെ ചിന്തിച്ച് നമ്മുടെ ബുദ്ധിക്കൊക്കെ അനുസരിച്ച് ചിന്തിച്ച്
നമ്മൾ ആ സിറ്റുവേഷൻ മുഴുവൻ നാനാവിധമാക്കി കളയുക മിക്കവാറും ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്ക് കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാര് പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങളുടെ അവിശ്വാസത്തിനൊന്ന് തുണ നിൽക്കണേ, ഞങ്ങളുടെ അവിശ്വാസത്തെ മാറ്റിക്കളയണമേ. കർത്താവ് അപ്പോൾ പറഞ്ഞു, നിങ്ങള് ഉപവാസാലും പ്രാർത്ഥനയാലും അല്ലാതെ നിങ്ങൾക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് തന്നെ, കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ രാത്രി മുഴുവൻ പോയി പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവപുത്രനായിരുന്ന കർത്താവ് എന്തിനാ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ രാത്രി മുഴുവൻ പോയി ശിഷ്യന്മാരൊക്കെ സുഖമായിട്ട് ക്ഷീണിച്ച ഉറങ്ങുക. എന്നാൽ അവൻ അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ, ഇരുട്ടുള്ളപ്പോൾ തന്നെ അവൻ തനിയെ മലയിലേക്ക് വേറിട്ട് പോയി പ്രാർത്ഥിച്ചു എന്നാണ്. ഇവിടെ നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ മാത്രമേ, ദൈവവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധത്തിലൂടെ മാത്രമേ നമുക്ക് ശക്തി പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ വളരെ ശക്തമായിട്ട് സംസാരിച്ചു, വളരെ ശക്തമായിട്ട് തന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ വേലയിൽ വളരെ ശക്തിയോടുകൂടെ ആ കർത്താവിനോടും കൂടെ മാത്രം മുൻനിർത്തി ഒന്നും നോക്കാതെ കർത്താവിന്റെ ദാസന് ഇനിയും തുടർന്നും വളരെ ശക്തമായി മുന്നോട്ട് പോകട്ടെ. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് കർത്താവ് സഹായിക്കട്ടെ. അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് തുടർന്നും കർത്താവിന്റെ ദാസനെ സഹായിക്കട്ടെ, കുടുംബമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ചിക്കാഗോ പ്രേരണയുടെ പേരിലുള്ള സ്നേഹം, സന്തോഷം വീണ്ടും പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.